പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ നാളെ സൂചനാ പണിമുടക്ക് നടത്തും. നാളെ രാവിലെ മുതലാണ് ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് ആരംഭിക്കുക. 27 മുതൽ അനിശ്ചിതകാല സമരത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 2 വർഷമായി പരാതികൾ ഏറെ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും ബസ്സുകൾക്ക് ഇടയ്ക്കിടെ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെന്നും ഇത് ശരിയാക്കാനായി ഭീമമായ തുക ബസ്സുടമകൾ കണ്ടെത്തേണ്ട അവസ്ഥയാണ് നിലവിലെന്നും സംഘടനാ ഭാരവാഹി സിദ്ദിഖ് പറയുന്നു. അതേസമയം ഈ ഭാഗത്തേക്ക് പണിക്കാരെ അടക്കം ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടെന്നും സമരം നടത്തുകയാണ് എന്ന അറിയിപ്പ് നൽകിയിട്ട് പോലും ഉദ്യോഗസ്ഥർ അടക്കം തിരിഞ്ഞു നോക്കിയില്ല എന്നും അദ്ദേഹം പറയുന്നു. ആ റൂട്ടിൽ സർവീസ് നടത്താൻ വേണ്ടി തൊഴിലാളികളെ വിളിച്ചാൽ ആ റൂട്ടിൽ സർവീസ് നടത്താൻ വേണ്ടി ജോലിക്ക് വേണ്ടിയിട്ട് ഒരാൾ പോലും വരുന്നില്ല. തൊഴിലാളികൾ വരുതാത്ത സ്ഥിതിയാണ് പോകുന്നത്. വലിയ സാമ്പത്തിക നഷ്ടം സഹിച്ച് കുറേ ഞങ്ങൾ പരാതി കൊടുത്ത് മടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു മാസം മുന്നേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പരിഹരിച്ച് തരാൻ വേണ്ടി വീണ്ടും കൊടുത്തു. അതിനുശേഷം സൂചനാ സമരം നടത്തുകയാണ്. അത് കഴിഞ്ഞാൽ അനിശ്ചിതകാലം 27-ാം തീയതി തിങ്കളാഴ്ച വീണ്ടും അനിശ്ചിതകാല സമരം നടത്താൻ പോകണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. ഇന്ന് ഇതുവരെ ഒരു ഉദ്യോഗസ്ഥരോ ഒരു ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2 മുനിസിപ്പാലിറ്റിയും 2 പഞ്ചായത്തും ഉൾപ്പെടുന്ന ഈ ഭാഗത്ത് 15ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നും എന്നിട്ടും ഇത് ശരിയാക്കാത്ത നടപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്നും ബസ് ഉടമ അസോസിയേഷൻ സംയുക്ത സമിതി ഭാരവാഹി സിദ്ദിഖ് പറഞ്ഞു. 2 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റികളും ചേർന്നിട്ടുള്ള ആ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഭാഗമാണ് ചെർപ്പശ്ശേരി ടു ഒറ്റപ്പാലം ഭാഗം. 15ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഈ വിദ്യാർത്ഥികളും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനൊരു പരിഹാരം ഇതുവരെയും കാണുന്നില്ല. ഇനി ഈ സൂചനാ സമരം നാളെ ചെയ്യുന്നുണ്ട്. ഇനിയും റോഡിൻ്റെ അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ അനിശ്ചിതകാലമായിട്ട് 27-ാം തീയതി മുതൽ സർവീസ് നിർത്തിവെക്കും. വർഷം 2 കഴിഞ്ഞ് റോഡിന്റെ നവീകരണം തുടങ്ങിയിട്ട് ചെർപ്പളശ്ശേരി മുതൽ കീഴൂർ വരെയുള്ള പ്രവൃത്തി നേരത്തെ തന്നെ പൂർത്തിയായെങ്കിലും കീഴൂർ റോഡ് മുതൽ ഒറ്റപ്പാലം വരെയുള്ള റോഡിന്റെ പ്രവൃത്തി 2 വർഷമായി ഇഴഞ്ഞു നീങ്ങുകയാണ്. മാർച്ചിൽ തീർന്ന കരാർ കാലാവധി സെപ്റ്റംബർ വരെ പുതുക്കി നൽകിയെങ്കിലും ഈ കാലാവധിക്കുള്ളിലൊന്നും റോഡിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോഴാണ് സ്വകാര്യ ബസ് ഉടമകൾ സൂചനാ പണിമുടക്കിലേക്ക് നീങ്ങുന്നത്. അതിൽ ഫലം കണ്ടില്ലെങ്കിൽ 27 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം.